സിനിമയിൽ തുടർച്ചയായ ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഷോട്ടിലും ഒരേ വസ്ത്രമോ പ്രോപ്പർട്ടീസോ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അങ്ങനെ അറിയാതെ വരുന്ന മാറ്റങ്ങളെയാണ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് വിളിക്കാറ്. മലയാള സിനിമകളിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കമ്പൈലേഷൻ എപ്പിസോഡാണിത്. 1985 ഡെന്നിസ് ജോസഫ് എഴുതി ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് നിറക്കൂട്ട്. ചിത്രത്തിൽ അടുത്ത ദിവസം ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ രംഗത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഇന്നലെ സംശയം ഉണ്ടായിരുന്നു. നാളെ നമുക്കൊന്ന് ഡോക്ടറെ കാണാം. കള്ളി പറ്റിച്ചളഞ്ഞല്ലോ. തന്റെ താടിയോ? അതിന്നവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും. നിങ്ങൾ ഇന്നലെ ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ താടിയിലുണ്ടായ വളർച്ച അത്ഭുതകരമാണ്. ആദ്യ സീനിന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രണ്ടാമത്തെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ സമയത്ത് താടിയിലുള്ള കണ്ടിന്യൂറ്റി ശ്രദ്ധിച്ചില്ല. 2021 ഹരീഷ് എസ് എഴുതി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രമാണ് ചുരുളി. ഒരുപാട് ലേയേഴ്സ് ഉള്ള ആ സിനിമയിലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ രംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മകളുടെ ഊക്കം ഞരക്കാം. കെട്ടുപ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ടും വിത്തിന് നിർത്തിയേക്കൊന്നു തോന്നുന്നു. നിനക്ക് നോട്ടുണ്ടോ? സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ജാഫർ ഇടിക്കിയുടെ കഥാപാത്രത്തിന്റെ തുണിയുടെ നിറം മാറുകയാണ്. ആദ്യ സീനിൽ അത് നീലയായിരുന്നെങ്കിൽ പിന്നീട് അത് കറുപ്പായി മാറുന്നുണ്ട്. ഷാജീവന്റെയും ലുങ്കിയുടെ നിറം മാറുന്നുണ്ട്. ചുരുളിയിൽ ഒരു സംഭവം വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനയ് ഫോർട്ടിന്റെ കഥാപാത്രം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദിവസങ്ങൾ മാറിയതാണ് ഈ തുണിയുടെ നിറം മാറിയതിലൂടെ സംവിധായകൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ ബ്രില്യൻസ് ആക്കി മാറ്റുന്നത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ദിവസങ്ങൾ ഇടവിട്ടായിരിക്കും ഈ രണ്ട് രംഗങ്ങളും ഷൂട്ട് ചെയ്തത്. അപ്പോൾ നൽകിയ തുണി മാറിപ്പോയതോ അല്ലെങ്കിൽ ആദ്യ ഷോട്ടിൽ ഉപയോഗിച്ച തുണി പിന്നീട് ലഭിക്കാത്തത് കൊണ്ട് മറ്റൊന്ന് ഉപയോഗിച്ചതോ ആയിരിക്കാം. 2023 മറ്റൊരു LJP ചിത്രം നൻപകൽ നേരത്ത് മയക്കം. സിനിമയിൽ ആദ്യം മമ്മൂട്ടി തന്റെ വസ്ത്രങ്ങൾ അയച്ച് ഒരു അയലിൽ വെക്കുന്നതായി കാണാം. പിന്നീട് ആ വസ്ത്രം പൂങ്കുഴലി ജെയിംസിന്റെ ഭാര്യയ്ക്ക് നൽകുന്നുമുണ്ട്. എന്നാൽ അതിന് ശേഷമുള്ള ഷോട്ടിലും ആ അയലിൽ ആ വസ്ത്രങ്ങൾ അവിടെ തന്നെ കാണുന്നുണ്ട്. അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. ബ്രില്യൻസുകൾ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അതും ബ്രില്യൻസ് ആക്കി മാറ്റാവുന്നതാണ്. 1995 സുരേഷ് ഗോപിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഹൈവേ. ആ സിനിമയിൽ വിജയരാഘവനും സുരേഷ് ഗോപിയും ചേർന്ന് ഒരു ടെക്നിക്കിലൂടെ ചെക്ക് പോസ്റ്റ് രജിസ്റ്ററിലെ വിവരങ്ങൾ കൈക്കലാക്കുന്ന ഒരു രംഗമാണിത്. ഞാൻ അല്പം ചീപ്പാകാൻ പോവാ. സാറിന് ഇടപെടണ്ട. എന്തിനാ സാറേ സോഡയും ഈ കട്ടൻ ചായ? അയ്യോ അതൊക്കെ ഉണ്ട് ചേട്ടാ. ഇങ്ങനത്തെ കൊച്ചു വെളുപ്പാങ്കാലത്ത് തണുപ്പല്ലാതെ പിന്നെ എന്താ? ആ സീൻ തുടങ്ങുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുക. ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ചായ വാങ്ങുന്ന രംഗങ്ങളിൽ ഉപയോഗിച്ച വസ്ത്രമല്ല ചെക്ക് പോസ്റ്റ് രംഗങ്ങളിൽ ഉപയോഗിച്ചത്. വസ്ത്രത്തിന്റെ കണ്ടിന്യൂറ്റി മാറിപ്പോയതാണ്. സിനിമയുടെ അവസാന ഭാഗത്ത് ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ക്രൂരമായ ഒരു രംഗമുണ്ട്. ചെവിട്ടുമ്പോൾ മോഹൻലാലിന്റെ ഷർട്ടിൽ ചെളി പറ്റുന്നത് വ്യക്തമായി കാണാം. എന്നാൽ അടുത്തൊരു സീനിൽ തന്നെ അതില്ലാതാകുന്നു. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. അടുത്തത് സ്ഫടികത്തിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആട് തോമ കോടതിയിൽ തന്റെ കേസ് വിളിക്കാനായി കാത്തിരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഈ രംഗത്തിലെല്ലാം തന്നെ മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് സാധാരണ ചെരുപ്പാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചെരുപ്പിന്റെ സ്ഥാനത്ത് അത് ഷൂ ആയി മാറിയിരിക്കുന്നു. എവിടെയും പോകാതെ കാത്തിരിക്കുന്ന മോഹൻലാലിന് ആരായിരിക്കും ഷൂ എന്ന് കൊണ്ടുകൊടുത്തത്? 2001 SN സ്വാമി എഴുതി K മധു സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് നരിമാൻ. ഒരു കരിക്ക് തരാമെന്ന് വെച്ചാലോ തെങ്ങ് മുഴുവൻ മണ്ടരി. ഈ ഒരു രംഗത്ത് സുരേഷ് ഗോപി വന്നു നിൽക്കുന്നത് ഒരു കാർപ്പറ്റിന്റെ മുകളിലാണ്. ഞാനും കരുതി എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യാം. നിന്ന നിൽപ്പിൽ തന്നെ സുരേഷ് ഗോപിയുടെ കാലിനടിയിലുള്ള ആ കാർപ്പറ്റ് കാണാതെയാകുന്നു. ഈ ഒരു രംഗത്ത് കാർ ഡോറിന്റെ ഗ്ലാസ് മുഴുവനായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ഷോട്ടിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ഫുള്ളായി താഴ്ത്തി വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അന്നത്തെ അംബാസഡറിന്റെ ഒരു പുത്തൻ ടെക്നോളജി ആയിരിക്കാം അത്. ഇവ രണ്ടും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ മാത്രമാണ്. ശംഭു സിനിമയിലെ റിയാസ് ഖാന്റെ മറ്റൊരു രംഗമാണിത്.
പക്ഷെ അതൊരു മാപ്പർഹിക്കുന്ന കുറ്റമല്ലല്ലോ കുമാര. ഒരു നീണ്ട ഫൈറ്റിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും കാണിക്കുന്നു. ഞാൻ പറയുന്നവരെ കുമാരൻ മൈനിയുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ഫൈറ്റ് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് താടിയുണ്ടായിരുന്നു. എന്നാൽ ഫൈറ്റിനിടയിൽ അത് ക്ലീൻ ഷേവായി മാറുന്നു. ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും താടി കാണാം. ദിവസങ്ങൾ ഇടവിട്ടുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാവാം ഈ വ്യത്യാസം വന്നത്. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. 2010 ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് താൻ തോന്നി. അങ്ങനെ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് ഭായിയായി. സിനിമയിലെ ഈ ഒരു മാസ് രംഗത്ത് കാണിക്കുന്ന ഹെലികോപ്റ്ററുകൾ രണ്ടും വ്യത്യസ്തമാണ്. ആദ്യം കാണിച്ചത് സ്റ്റോക്ക് ഫുട്ടേജ് ഉപയോഗിച്ചതായിരിക്കാം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് 1990 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത ഏയ് ഓട്ടോ എന്ന ചിത്രം. യാത്രക്കിടെ ആ ഓട്ടോ മാറുകയും പിന്നീട് തിരിച്ച് പഴയ ഓട്ടോ ആവുകയും ചെയ്യുന്നുണ്ട്. ആദ്യം കാണിക്കുന്ന രംഗത്തിൽ രണ്ട് സൈഡും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഓട്ടോ. അതായത് ഒരു ഇരുമ്പ് ബാർ വെച്ചുകൊണ്ട് ഒരു സൈഡ് അടച്ചിട്ടില്ല. പിന്നീട് പാദസരം കാണുന്ന സമയത്ത് അവിടെ ഒരു ഇരുമ്പ് ബാർ വരികയാണ്. പിന്നീട് തിരിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ വീണ്ടും ആ ഇരുമ്പ് ബാർ പോവുകയും ചെയ്യുന്നുണ്ട്. സുന്ദരി എന്ന പേരിൽ സിനിമയിൽ പല ഓട്ടോയും ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരേ നമ്പറും പേരും കൊടുത്തെങ്കിലും ഓട്ടോയുടെ പല ഭാഗങ്ങളും ഇടയ്ക്കിടെ മാറുന്നതായി സിനിമയിൽ മുഴുവനായും നമുക്ക് കാണാം. 2004 കെ മധു സംവിധാനം ചെയ്ത ചിത്രമാണ് സേതുരാമയ്യർ CBI. വേറെ മാർഗമില്ലായിരുന്നു. ഞാനിത് ചെയ്തില്ലെങ്കിൽ ഇയാൾ നിങ്ങളെ കൊല്ലും. പേടിക്കണ്ട, എന്ത് വന്നാലും ഞാൻ മോശയെ കാട്ടിക്കൊടുക്കില്ല. മോസിയുടെ മുഖത്ത് ഇടയ്ക്ക് രക്തം കാണാം, പിന്നീട് കാണുന്നില്ല, പിന്നീട് കാണാം, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. മോഹൻലാൽ ക്യാപ്റ്റൻ വിജയ് മേനോനായി വന്ന 1994 റിലീസ് ചെയ്ത സത്യൻ അന്തിക്കാട് ചിത്രമാണ് പിൻഗാമി. വ്യക്തമായിട്ട് എഴുതണം, വായിക്കാൻ പറ്റണം. മോഹൻലാൽ എഴുതുന്നത് ജഗതിയുടെ നെഞ്ചത്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷേ ആ എഴുത്ത് വയറ്റത്തുള്ള പോലെയാണ് പറവൂർ ഭരതന്റെ കഥാപാത്രം സംസാരിക്കുന്നതും ഈ ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നതും. മോഹൻലാൽ വില്ലനെ അടിച്ച് പുറത്തേക്ക് എറിയുകയാണ്. 3 ചുറ്റിനും വലിയ ബിൽഡിംഗുള്ള ഒരു സ്ഥലത്തേക്കാണ് വില്ലൻ വന്ന് വീഴുന്നത്. പക്ഷേ വില്ലനെ കാലുകൊണ്ട് മറിച്ചിടുമ്പോഴേക്കും ആ സ്ഥലമാകെ മാറിപ്പോയി ഒരു കടൽ തീരമായി മാറുന്നു. 1995 റിലീസ് ചെയ്ത ഷാജി കൈലാസ് ചിത്രമാണ് ദ കിങ്. I said take your hands off him, you fool! You! ഈ സീനിൽ മമ്മൂട്ടിയുടെ ഒരു മാജിക് നമുക്ക് കാണാം. വ്യക്തമായി കാണാം മമ്മൂട്ടി ഒരു കറുത്ത നിറമുള്ള പാൻസാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 സെക്കൻഡ് കൊണ്ട് പാൻസ് മാറി ഒരു വെള്ള നിറത്തിലുള്ള മുണ്ടായി മാറുന്നു. ഒരു ഡയലോഗ് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പാൻസ് മാറി മുണ്ടാകുന്നത്. 1 സെക്കൻഡിന്റെ മാജിക്കിൽ പാൻസ് മാറി മുണ്ടെടുക്കാൻ മാത്രമല്ല, അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. 1990 റിലീസ് ചെയ്ത സിദ്ദിഖ് ലാലിന്റെ സൂപ്പർ ഹിറ്റ് ക്ലാസിക് കോമഡി ചിത്രം ഇൻ ഹരിഹർ നഗർ. മായി എന്ത് പറയുന്നു? എനിക്ക് കോഫി ഹൗസിൽ പോവാം. അയ്യോ, ഓഫീസിലോ? വേണ്ട വേണ്ട, അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. സിനിമയിലെ ഒരു അബദ്ധം ഏറെക്കാലം മലയാളികൾ ചർച്ച ചെയ്തതാണ്. മായയുമായി റോഡിലൂടെ നടന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അശോകൻ. പെട്ടെന്ന് അശോകന്റെ ബെൽറ്റിന്റെ നിറം മാറുകയാണ്. ആ വൈറ്റ് കളറുള്ള ബെൽറ്റ് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ റോഡിന്റെ നടുവിൽ വെച്ചുകൊണ്ട് തന്നെ കളർ മാറുകയാണ്. ഈ അബദ്ധം മനസ്സിലാക്കിയത് കൊണ്ടാവാം അതിനിടയിൽ മറ്റൊരു സീൻ ആഡ് ചെയ്തു. പക്ഷെ ഏതായാലും റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിൽ അശോകൻ ബെൽറ്റ് മാറ്റിയത് എന്തിനായിരിക്കും? 2022 മജു സംവിധാനം ചെയ്ത് അലൻസിയർ, സണ്ണി വെയ്ൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അപ്പൻ. ആ ഒരു സിനിമയിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു ഈ ഒരു രംഗം. എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായോ?
വീടിനകത്തേക്ക് കയറി വരുന്ന രംഗമാണിത്. വീടിന് പുറത്തുനിന്ന് കാണിക്കുമ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സല്ല വീടിനകത്തെത്തിയപ്പോൾ ധരിച്ചിരിക്കുന്നത്. ഒരൊറ്റ സെക്കൻഡിൽ വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡ്രസ്സിന്റെ നിറം മാറിപ്പോവുകയാണ്. 2025 അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് ചിത്രമാണ് നരിവേട്ട. വർഗീസ് എന്നൊരു കോൺസ്റ്റബിൾ ആയിട്ടാണ് ടൊവിനോ തോമസ് അഭിനയിക്കുന്നത്. സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ബഷീർ എന്ന ഹെഡ് കോൺസ്റ്റബിൾ ആണ്. സിനിമയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഇത്തരത്തിലൊരു രംഗം അവിടെ കാണാം. ഈ ഒരു രംഗത്ത് ടൊവിനോ തോമസിന്റെ യൂണിഫോമിൽ വെള്ളമാവുന്നത് വ്യക്തമായി കാണാം. എന്നാൽ വെള്ളത്തിൽ നിന്നും പുറത്തിറങ്ങി നടക്കുമ്പോൾ യൂണിഫോമിൽ എവിടെയും തന്നെ വെള്ളമില്ല. ഇത്ര പെട്ടെന്നെല്ലാം തന്നെ വെള്ളം ഉണങ്ങി പോകുമോ? അതോ കേരള പോലീസിന്റെ വാട്ടർ പ്രൂഫ് യൂണിഫോം ആണോ അത്? ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. ആദ്യ ഷോട്ട് എടുത്ത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം വെള്ളത്തിലിറങ്ങി ഡ്രസ്സ് നനക്കാനൊന്നും ടൊവിനോ തയ്യാറായി കാണില്ല. ചില ക്ലാസിക് സിനിമകൾ നാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ക്ലാസിക്കാണ് 1998 റാഫി മെക്കാർട്ട്നി സംവിധാനം ചെയ്ത പഞ്ചാബി ഹൗസ്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ. മോഹിനിയുടെ കഥാപാത്രം ധരിച്ചിരിക്കുന്ന ഷോളിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു നിറവും ഒരുമിച്ചുള്ള തരത്തിലുള്ള ഷോളാണത്. അതുകൊണ്ട് തന്നെ അത് മാറ്റി മാറ്റി ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. മമ്മൂട്ടി, ശാരദ, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് രാപ്പകൽ. സിനിമയിൽ തറവാട്ടിലെ ആനയെ വിൽക്കുന്ന രംഗവും അതിനെ തുടർന്നുള്ള സലീം കുമാറിന്റെ ഇമോഷൻസും കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു അനുസരണക്കേടില്ലാത്തവനെ കുട്ടിച്ചങ്കരൻ അഥവാ ഉണ്ടെങ്കിൽ എന്നോടുള്ളൂ. അതിനുശേഷമാണ് മമ്മൂട്ടിയും ബാബുരാജും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് രംഗം. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന. വിറ്റ ആന വീണ്ടും ആ തറവാടിന്റെ മുറ്റത്ത് നിൽക്കുന്നതായി കാണാം. ഫൈറ്റ് രംഗം കളറാക്കാൻ ആനയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയപ്പോൾ ആനയെ വിൽക്കുന്ന രംഗം മറന്നുപോയതായിരിക്കാം. തറവാടിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ ആന തിരിച്ചു വന്നതായിരിക്കാം എന്നും പറയാം. സിനിമകളിലെ ഇത്തരത്തിലുള്ള രസകരമായ അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.